നമസ്കാരം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു മോക്ഷപ്രാപ്തിയിലേക്ക് മനുഷ്യനെ നയിക്കുവാനായി ഏത് ദേവനെ ആരാധിക്കണം. അങ്ങനെ പ്രാഥമിക തലം ചിന്തിച്ചു. അടുത്ത തലത്തിൽ നാം എത്തി നിൽക്കുന്നത് ജ്ഞാനമൊന്നുകൊണ്ട് മാത്രമാണ് മോക്ഷം ലഭിക്കുന്നത് എന്നുള്ളത്. അതിൽ 4 വഴിയുണ്ടെന്ന് പറഞ്ഞു. ആചാര്യസ്വാമികൾ നമ്മളെ പഠിപ്പിക്കുന്നു. തത്വബോധം എന്നുള്ള ടെക്സ്റ്റിൽ നിന്നാണ് ഇത് ഉദ്ധരിക്കുന്നത്. നിത്യാനിത്യ വസ്തു വിവേക എന്ന ആദ്യത്തെ വിഷയം ഇന്നലെ നോക്കി. രണ്ടാമത്തേത് ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ഫലഭോഗ വിരാഗ വൈരാഗ്യം വേണം എന്നുള്ളതാണ്. ഇതിൽ നിന്നൊന്നും ഞാൻ തൃപ്തനാകുന്നില്ല, തൃപ്തിയല്ല എന്നുള്ള ഒരു ബോധം. മനസ്സാണെല്ലാം. കാരണം ഈ മനസ്സാണല്ലോ സുഖ ദുഃഖ അനുഭവകൃത് അന്തരാത്മാ കല്യഹ എന്ന് പറയുന്നു. അപ്പോൾ ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ള വൈരാഗ്യം നമുക്ക് നേടിയെടുക്കണം. ഇപ്പം ഇതിലുള്ള സുഖമൊന്നും ആത്യന്തികമായിട്ടുള്ളതല്ല എന്നുള്ള ഒരു ബോധം മനുഷ്യ മനസ്സിലേക്ക് എത്തണം. എങ്ങനെ എത്തിക്കാം? ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളൊരു ബോധം വരണമല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ തലം മാറി മാറി ഉയർന്ന ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ ഈ കാണുന്ന സുഖം ഇതെത്ര ദിവസം നിൽക്കും എന്നുള്ളത് ചിന്തിക്കാം. ഇതും പോവില്ലേ? ഇതും പോകും. ശരീരം ക്ഷയിക്കും. ശീര്യതേ ശരീര, അത് ശോഷിക്കും. എന്നിങ്ങനെ പല അവസ്ഥകളുണ്ട്. അത് ചിന്തിക്കുക സാധിക്കുമ്പോൾ. കാരണം ഇന്ന് ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കാത്തത് മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. മൊബൈൽ കയ്യിലുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ മൊബൈൽ എടുക്കും. ഞാൻ ആരാണെന്ന് ഞാൻ മറന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഈ കുതിരവട്ടം പപ്പു പറയുന്നതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ ഒരു ടോപ്പിക്കിലേക്ക് ഇത് കലർത്തുകയല്ല. ഞാൻ ആരാണെന്ന് പറയുന്ന ഒരു സിനിമാ ഡയലോഗുണ്ട്. അത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ. അപ്പോൾ ഈ മൊബൈലും അതുവഴിയിലുള്ള ടെക്നോളജി, യൂട്യൂബും ഇതൊക്കെ കൊണ്ട്, ഷോർട്സൊക്കെ കൊണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ കൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മളുടെ സ്വബോധം വരുന്നില്ല. കാരണം സമയമില്ല. കാരണം മനസ്സ് മുഴുവൻ അതിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞു. അതൊരു 6ാമത്തെ ഇന്ദ്രിയമായി മൊബൈൽ മാറിക്കഴിഞ്ഞു. ഇതൊരു 11ാമത്തെ വിരൽ. അത് നിർബന്ധമായി പോട്ടെ. അപ്പോൾ നമ്മൾ അപ്പോൾ ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ എന്നുള്ളത്. ഇത് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത്, അത് മനസ്സിനെ ശീലിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ്? ശമാദി ഷഡ്ക സമ്പത്തി. ഈ 6 വിഷയങ്ങൾ ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം എന്നിങ്ങനെ 6 വിഷയങ്ങൾ ആവശ്യമാകുന്നു. അതാണ് മോക്ഷപ്രാപ്തിയിലേക്കുള്ള സമ്പത്ത്. അപ്പോൾ ഇവിടെ ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, ഭഗവതി ഒന്നുമില്ല. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് പറഞ്ഞു. നോക്കുക, ഈ ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ എത്രത്തോളം മനുഷ്യനെ സെൽഫ് റിയലൈസേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇത് ഒരു മനുഷ്യ ജീവിതത്തിൽ 20 വയസ്സിൽ വരുമോ, 40 വയസ്സിൽ വരുമോ, 60 വയസ്സിൽ വരുമോ അറിയത്തില്ല. അവരവരുടെ ചിന്താശക്തിക്കനുസരിച്ച് നാം ഏവരും മുന്നോട്ട് എന്നുള്ള ചിന്ത തന്നെയാണുള്ളത്. ചിലർക്ക് നേരത്തെ വരാം, ചിലർക്ക് ലേറ്റാവും. അപ്പം അങ്ങനെ ശമാദി ഷഡ്ക സമ്പത്തി എന്ന് പറഞ്ഞു. അപ്പം ശമം, ദമം, ഉപരതി, ശ്രദ്ധ, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം എന്നിങ്ങനെ 6 വിഷയങ്ങൾ. അതേവരും ഗൂഗിൾ ചെയ്യുക. തത്വബോധം എന്നുള്ള ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. ഇവിടെ പറയുന്നൊന്നും എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല. എവിടെയോ വായിക്കുന്നു, ഗുരുനാഥന്മാർ പറയുന്നു, നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇത്രമാത്രം ചെയ്യുന്നു. അവസാനമായിട്ട് 4ാമത്തേത് മുമുക്ഷുത്വം ചേതി. ഈ ഒരൊറ്റ വാക്യം പ്രധാനമാണ്. മുമുക്ഷുത്വം, മോക്ഷോമേ ഭൂയാദീച്ഛ, എനിക്ക് മോക്ഷം ലഭിക്കണം എന്നുള്ള ഇച്ഛാശക്തിയാണ് വേണ്ടത്. ഈ 4 വിഷയങ്ങളുണ്ടെങ്കിൽ മോക്ഷം ലഭിക്കും. ഈ ഇച്ഛാശക്തി പറയുവാനുള്ള കാരണം മോക്ഷോമേ ഭൂയാത്, എനിക്ക് മോക്ഷം ലഭിക്കണം. ഇന്നെനിക്ക് ഒരു ലിസ്റ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് ലിസ്റ്റ് ഇടുന്നത് പോലെയാണ്. എനിക്ക് വീട് വേണം, കാറ് വേണം, ട്രിപ്പ് പോകണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ ഒരു 50 ഐറ്റം ഉണ്ട്. അതിൽ 18ാമത്തെ ഐറ്റം മോക്ഷം. അത് പറ്റില്ല. അപ്പോൾ അതിലേക്ക് നീങ്ങി വരാൻ ഒരുപാട് പ്രയാസപ്പെടും. ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ടി വിയുടെ മുമ്പിൽ വിളമ്പുന്നതൊക്കെ വളരെ ഈസിയാണ്.
നടക്കാത്ത കാര്യമാണ്. നമുക്ക് ശ്രമിച്ചേ പറ്റുള്ളൂ. കാരണം പുനരപി ജനനം പുനരപി മരണം എന്നുള്ള ഒരു സൈക്കിളിൽ നിന്ന് മനുഷ്യൻ മാറിയേ പറ്റൂ, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഇവിടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. മോക്ഷം ലഭിക്കുവാനായിട്ട് 4 വിഷയം മാത്രമേ ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് പരിപാടി നിർത്താം. നിത്യാനിത്യ വസ്തു വിവേക, ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ, ശമാധിഷട്ക സമ്പത്തി, മുമുക്ഷുത്വം ചേതി. ഈ 4 വിഷയം മാത്രമാണ് മോക്ഷത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത്. നമസ്കാരം.